ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സദ്യ വീഡിയോ ഉണ്ട്. സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളുള്ള സദ്യയല്ല. രാജുവേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെറുതായിട്ട് തയ്യാറാക്കുന്ന ഒരു സദ്യയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. സദ്യ വീഡിയോയെ കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ചെറിയൊരു സദ്യയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിക്കാൻ വെച്ചു കേട്ടോ. സാമ്പാറിൽ അധികം കഷ്ണങ്ങളൊന്നുമില്ല. വെണ്ടയ്ക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് സാമ്പാർ വയ്ക്കുന്നില്ല കേട്ടോ, ചെറിയൊരു സാമ്പാർ വയ്ക്കുന്നുള്ളൂ. പിന്നെ പായസത്തിനുള്ള പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് വറുത്തിട്ട് വേണം നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഈ പരിപ്പ് വറുത്തത് ഏത് പാകത്തിലാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു കളർ ആവുന്നത് വരെയാണ് ഞാൻ പരിപ്പ് വറുത്തെടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് ഇതും ഒരു കുക്കറിലേക്ക് മാറ്റാം. സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതിൽ സവോളയ്ക്ക് പകരം ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. ചെറിയ ഉള്ളി, ഒരു 10-20 ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും കൂടി നമ്മൾ വേവിക്കാൻ വെക്കാതെ എപ്പോഴാണെന്ന് പറയാം. ഇനി നമ്മളിനി തേങ്ങ വറുക്കാൻ പോവാണ് സാമ്പാറിലേക്കുള്ളത്. ഞാനിപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു 4.5 ടേബിൾ സ്പൂൺ തേങ്ങ പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 3 വറ്റൽമുളക്, മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ വറ്റൽമുളക് ചേർത്തുന്നേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ വറുത്തെടുക്കാറുള്ളത്. ഇതിലേക്ക് ഒരു 4-5 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കരുത്. മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന സ്റ്റേജ് പറയാം. പിന്നെ നിങ്ങൾക്ക് മുഴുവൻ മല്ലി ചേർക്കാനാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചേർത്ത് തേങ്ങയുടെ കളർ നന്നായിട്ട് മാറി വരുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇനി തേങ്ങയുടെ കളറൊന്ന് നന്നായിട്ട് മാറി വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും കേട്ടോ സാമ്പാറിന് അരയ്ക്കുമ്പോൾ, എപ്പോഴും വറുത്തരയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ സാമ്പാറിനൊക്കെ നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് സാമ്പാർ പൊടിയും ചേർക്കും. അതുകൊണ്ട് തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അധികം മുളക് പൊടി ചേർക്കില്ല, പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഈ പൊടികളൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ സാമ്പാർ പൊടിയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ സാമ്പാർ പൊടി ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാമ്പാർ വറുത്തരച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുക്കുക. ഡയറക്റ്റ് സാമ്പാർ പൊടി മാത്രം ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി ഈ ഒരു പാനിലിരുന്നിട്ട് ഈ തേങ്ങയുടെയും ഈ ഒരു മിക്സിൻ്റെയും ഒക്കെ ചൂട് മാറി വരട്ടെ. ഈ സമയത്ത് നമുക്കിനി നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്, പരിപ്പ് വേവിക്കാൻ വെച്ചതിൻ്റെ, അതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു പിടി ഉള്ളി ചേർത്തിട്ടുണ്ട്. ഒരു പിടി ഉള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 ഉള്ളി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക്. ഇതെല്ലാം ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. അപ്പോൾ ഞാൻ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ചേർക്കുന്നത് വാളൻപുളി വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം, ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളം. കഷ്ണങ്ങൾക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടിച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി. അപ്പോൾ ഇനി ഈ വെജിറ്റബിൾസ് കുക്കാവുമ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ചട്ടിയിൽ തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്കയും തക്കാളിയും ഇതുപോലെ വഴറ്റിയിട്ട് സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴാണ് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്, പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയാലാണ് നമുക്ക് സാധാരണ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെയും ഇതുപോലെ എണ്ണയിൽ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെയും വ്യത്യാസം മനസ്സിലാവുക. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സാമ്പാറിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഒന്ന് കുക്കായി വരട്ടെ. തക്കാളിയും വെണ്ടയ്ക്ക ഒരുമിച്ച് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ തക്കാളി ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക ഒന്ന് ഹാഫ് കുക്കായി വന്നതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കുക്കായിട്ടുണ്ട്, ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതേ സമയത്ത് തന്നെ ഞാനിവിടെ അടുത്ത പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര പാനി റെഡിയാക്കാൻ പോവാണ് കേട്ടോ. ശർക്കര പാനി റെഡിയാക്കാനായിട്ട്
നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പാറിൻ്റെ റെസിപ്പി വേണ്ടതാണെങ്കിൽ സാമ്പാറിൻ്റെ റെസിപ്പി കാണാം. ഞാനിപ്പോൾ കുറച്ച് ശർക്കര ബാക്കി വയ്ക്കുന്നുണ്ട്. നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ കുറച്ച് ശർക്കര, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബാക്കി വെച്ചത്. അപ്പോൾ 1/4 കിലോ ചെറുപയർ പരിപ്പിന് ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് പായസം വരട്ടി നമ്മൾ വിഷമിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ അളവിൽ വെള്ളം ചേർത്തിട്ട് വരട്ടിയെടുക്കാൻ പോകുന്നത്. പിന്നെ പരിപ്പ് പായസത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പച്ച തേങ്ങ ഉപയോഗിക്കുക തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല തേങ്ങാപ്പാൽ കിട്ടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കളർ ശർക്കര എടുക്കുക. പച്ചത്തേങ്ങ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, പച്ചത്തേങ്ങ തന്നെ 2 രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. ചില പച്ചത്തേങ്ങ ഒരുമാതിരി ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരു അറക്കപ്പൊടി പോലെ ഇരിക്കും. ചില പച്ചത്തേങ്ങ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, ആ തേങ്ങ നമ്മൾ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൽ തേങ്ങാപ്പാലൊക്കെ കൂടുതലുണ്ടാവും. അങ്ങനെയുള്ള തേങ്ങ ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ശർക്കര ആണെങ്കിൽ നമ്മുടെ പായസത്തിന് കാണാനും ഭംഗിയുണ്ടാവും, നമുക്ക് കഴിക്കാനുള്ള ഒരു പ്രചോദനം കൂടുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമ്മുടെ ശർക്കര മെൽറ്റായി വരട്ടെ. ഇവിടെ അതേ സെയിം ടൈമിൽ തന്നെ ഞാൻ തക്കാളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളിയും മുക്കായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഞാൻ അരിച്ച് വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ ഞാൻ പായസത്തിന് വരട്ടി വയ്ക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചെറുപയർ പരിപ്പിൽ ആ ശർക്കരയൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ശർക്കരപ്പാനി വറ്റി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കേണ്ട. അപ്പോൾ ഇനി അതൊന്ന് വറ്റിയൊക്കെ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിനിടയിൽ നമുക്ക് സാമ്പാറും കൂടി റെഡിയാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. നമ്മുടെ തക്കാളിയുടെ കൂടെ തന്നെ വെണ്ടയ്ക്കും അതുപോലെ തന്നെ എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എത്രത്തോളം സാമ്പാറിൽ ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നൊക്കെ അരച്ച് ചേർത്തതല്ലേ, അതുകൊണ്ട് വേഗം കുറുകിപ്പോയി സാമ്പാർ. ഞാനപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസത്തേക്കാണ് സാമ്പാർ തയ്യാറാക്കുന്നത്. സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ സാമ്പാറൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പുറത്ത് ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട് പരിപ്പ്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നാളെയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 2 ദിവസമായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ രാജുവേട്ടന് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം തലേ ദിവസം ഉണ്ടാക്കിയ സാമ്പാർ കഴിക്കുന്നതാണ്. അപ്പോൾ പരിപ്പ് പായസമാണെങ്കിലും നമ്മൾ ഒരു ദിവസമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടയർഡായി പോകും. 2 ദിവസമായിട്ട് ചെയ്യുകയാണെങ്കിൽ പരിപ്പ് പായസത്തിൻ്റെ ജോലിയും എളുപ്പം കഴിയും. അപ്പോൾ സാമ്പാർ റെഡിയായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞാനിന്ന് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കും. ബാക്കി അനക്കാതെ ഇങ്ങനെ തന്നെ വയ്ക്കും കേട്ടോ. ഈ ചട്ടിയിൽ തന്നെ അനക്കാതെ വയ്ക്കും. നാളെ ഇനി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇനി സാമ്പാർ തിളച്ച് വരട്ടെ. പായസത്തിലേക്ക് നാളെ ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഇതാ നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വറവ് ചേർക്കാം കേട്ടോ. വേഗം ജോലികൾ തീർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഈ സാമ്പാറിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ആദ്യം ചേർക്കുന്നത് ശർക്കരയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പായസത്തിന് ശർക്കര എടുത്തപ്പോൾ കുറച്ച് ശർക്കര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ശർക്കര ഒന്ന് മെൽറ്റായി വരണം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കുറച്ചധികം ചേർക്കുക കേട്ടോ. അപ്പോഴാണ് സാമ്പാറിന് ആ ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ, സ്മെല്ലൊക്കെ കൂടുതൽ കിട്ടുക. ഇനി നന്നായിട്ടൊന്ന് തിള വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല കേട്ടോ, സദ്യ ഉണ്ണാൻ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. അപ്പോൾ ഈ സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമുക്ക് സൈഡ് ഡിഷായിട്ട് 3 കാര്യങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ തിളയ്ക്കട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും തിളയ്ക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ പരിപ്പ് വരട്ടിയതിലേക്ക് തേങ്ങയുടെ 2ാം പാലൊക്കെ ഒഴിച്ച്
പാല് ഇതാ തിളച്ച് പായസം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ചേർക്കും, ഇനി കുറച്ചുകൂടി ചേർക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചുക്കുപൊടിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ചുക്കുപൊടി ചേർക്കാം. പിന്നെ ഞാൻ ജീരകപ്പൊടി ചേർക്കാറില്ല കേട്ടോ. എനിക്ക് പായസത്തിൽ ജീരകപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. പൊതുവേ ജീരകപ്പൊടി ചേർത്തിട്ടുള്ള പായസത്തിനേക്കാൾ ടേസ്റ്റ് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ചേർത്തിട്ടുള്ള പായസമാണ്. ഇനി പായസം ഒന്ന് കുറുകിയാൽ മതി, ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 പാലും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പരിപ്പായസമൊക്കെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഇതുപോലെ തലേ ദിവസം വരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ പരിപ്പായസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് നമ്മുടെ കട്ടിപ്പരിപ്പുണ്ടല്ലോ, സദ്യ പരിപ്പ് കറി, അതിനുള്ള തേങ്ങാപ്പാൽ കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ പായസത്തിനും ഈ കട്ടിപ്പരിപ്പിനും ഒരുമിച്ച് തേങ്ങാപ്പാൽ പിഴിയുക. ഇതിപ്പോൾ 3/4 പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുപയർ പരിപ്പ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു സദ്യ പരിപ്പൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, 2 പച്ചമുളക്, എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, ആവശ്യത്തിന് ഉപ്പ്, 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ പായസവും ആവും, നമ്മുടെ കട്ടിപ്പരിപ്പും. അപ്പോൾ ഇനി പരിപ്പും കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പായസം തിളച്ച് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1/4 പാല് ചേർക്കുന്നത്. 1/4 പാൽ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാലായിരിക്കണം. 1/4 പാല് ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം പായസം വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇലയിൽ ഒഴിച്ചുണ്ണുന്ന പാകത്തിലാണ് റെഡിയാക്കുന്നത്. പക്ഷേ ഇതൊന്ന് കുറുകി വരും ചൂട് മാറി വരുമ്പോൾ. നമ്മൾ ചൂടോടെ ഒരിക്കലും പായസം കഴിക്കില്ലല്ലോ, ചൂട് മാറിയിട്ടല്ലേ കഴിക്കുള്ളൂ. ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി 1/4 പാലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വറവിടാന്ന് വെച്ചാൽ നമ്മുടെ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ചേർത്ത് വറവിട്ടെടുക്കുക നെയ്യിൽ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കുക്കായിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇനി നമുക്ക് നെയ്യിൽ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് പായസത്തിലേക്ക് കാഷ്നട്ടും റൈസിൻസും ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെയ്യ് ചേർത്ത പായസം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കുകയാണ്. നീതൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭാഗ്യമില്ലാതെ പോയി. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമില്ല. കാരണം നീതൊക്കെ ഇഷ്ടം കാഷ്നട്ട്, റൈസിൻസ്, നെയ്യ് ഇതൊക്കെ ചേർത്ത് കൂടുതൽ ടേസ്റ്റ് ആക്കുന്ന പായസം ഇഷ്ടമല്ല. നെയ്യില്ലാത്ത പായസം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ രാജീവേട്ടനുള്ള പായസത്തിൽ മാത്രം ഈ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാൻ പോവാണ്. ഇപ്പോൾ രാജീവേട്ടനുള്ള പായസം മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ടും റൈസിൻസും ഒക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ പായസം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ചേർത്തു. ഞാനിപ്പോൾ വീട്ടിൽ സെർവ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെന്ന് മനസ്സിലാവുമല്ലോ. രാജീവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ, ഇത് എന്താണ് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ പായസം എടുത്ത് വെച്ചതെന്ന്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പാത്രങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്, വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന പാത്രങ്ങളല്ല. അപ്പോൾ ഇനി നമ്മുടെ കട്ടിപ്പരിപ്പിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിപ്പ് കുക്കായി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് കുക്കർ തുറക്കാം. പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉടയാതെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പരിപ്പ് കറക്റ്റ് ആവുക. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് അങ്ങനെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിപ്പരിപ്പ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്, ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണം, ഒന്ന് തിളയ്ക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തു. നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർക്കുക. തേങ്ങയുടെ 1/4 പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് എടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങയുടെ 1/4 പാൽ ചേർക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ആ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് കിട്ടും. ഭയങ്കര മഞ്ഞ കളറല്ല ചേർക്കേണ്ടത്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇരിക്കും തോറും കുറുകി വരുന്ന കറിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യ പരിപ്പ് കറി ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ വിളമ്പാൻ സമയമാകുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ പരിപ്പിലേക്കൊക്കെ പിടിച്ച് കറക്റ്റായി വരണം. ഞാൻ ഈ കുക്കർ അടച്ച് മാറ്റി വയ്ക്കുകയാണ്, വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റി വയ്ക്കില്ല. കുക്കർ അടച്ച് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യ റെഡിയാവും. അപ്പോൾ ചെറിയ സദ്യ വളരെ എളുപ്പത്തിൽ തയ്യാറാവും. ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ എന്താ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കണമെങ്കിൽ പൊട്ടാൻ തുടങ്ങി. വെണ്ടയ്ക്കയും സവാളയും കറിവേപ്പിലയും എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കട്ടെ. പപ്പടം മാത്രം ഇപ്പോൾ കാച്ചുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 11:30 ആവുന്നേ ഉള്ളൂ. പപ്പടം കാച്ചുന്നത് ഊണ് കഴിക്കുന്ന സമയത്താണ്. ചിലർക്ക് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി കുക്ക് ചെയ്ത് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുഴയാത്തതായിരിക്കും ഇഷ്ടം. അപ്പോൾ രാജീവേട്ടന് വെണ്ടയ്ക്ക ഇത്തിരി ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്ന രീതിയിലല്ല, വിട്ടിരിക്കുന്ന രീതിയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ വെണ്ടയ്ക്ക കുക്ക് ചെയ്തെടുക്കുക. അത് വെണ്ടയ്ക്ക കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 2 രീതിയിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 രീതിയിലുള്ളതും പറഞ്ഞത്. ഇനി ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. 2 രീതിയിലുള്ളതിനും 2 ടേസ്റ്റാണ്. ഡ്രൈ ആക്കി എടുക്കുന്നതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതിന് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. കാരണം അങ്ങനെ നല്ല കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നല്ല കുഴഞ്ഞ് നല്ല വെന്ത് കറക്റ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചെടുത്താൽ അത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചോറുണ്ണാൻ പറ്റും. വേറെ ഒരു കറിയില്ലെങ്കിലും. ഇവിടെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കൂടുതൽ കറി എന്താണ് ഉണ്ടാക്കാത്തതെന്ന് വിചാരിക്കും. ബർത്ത്ഡേ ആയിട്ട് സദ്യയിൽ കുറേ കറികൾ ഉണ്ടാക്കാത്തതെന്ന് വിചാരിക്കും. രാജീവേട്ടന് ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന ആളാണ്. ഞാൻ ഇത്രയും കറി, ഒരു 3 കറി ഉണ്ടാക്കിയത് തന്നെ ഇവിടെ കൂടുതലാണ്. ഈ കറികൾ ഇത്രയും വേണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഒരു ഇലയിൽ സദ്യ വിളമ്പുമ്പോൾ കാഴ്ചക്കൊരു ഭംഗിയാണെങ്കിൽ എന്തെങ്കിലും ഒരു 2-3 കറി വേണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കറി ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഒരു കറി മാത്രം മതി. അതാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന രീതി. അപ്പോൾ ഇനി വെണ്ടയ്ക്ക കുക്കായി വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാൻ പോകണം ഞാൻ. അപ്പോൾ നമ്മുടെ സദ്യയുടെ വിഭവങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഞാൻ പപ്പടം കാച്ചിട്ടില്ലാന്നുണ്ടല്ലോ. ഇതാ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഇതാ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. കട്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ പായസം, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ ഞാനിനി ഇതെല്ലാം വിളമ്പുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞു കേട്ടോ. എനിക്കത് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പായസമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ പൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കഴിക്കാനെടുത്താണ് പായസം. എന്താണെന്ന് വെച്ചാൽ ഷമീറും വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. പിന്നെ രാജീവേട്ടനൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചു വന്നപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് തംബ്നെയിലെടുത്ത് അവസാനിപ്പിക്കേണ്ടി വന്ന വീഡിയോ. പിന്നെ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്ന് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ രീതിയിലായിപ്പോയതിന് നിങ്ങളെല്ലാവരും കൂടി ക്ഷമിക്കുക. അപ്പോൾ അവരെല്ലാവരെയും കൂട്ടി എടുത്തിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അവർ ക്യാമറയുടെ മുന്നിൽ വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ ഇനി ഇങ്ങനെ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.